ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ടി വിയുടെ വോളിയം കേൾക്കുന്നു. ഒന്ന് വോളിയം കുറച്ച് വെച്ചിട്ട് വരാം. വോളിയം കുറച്ചില്ല, എന്തായിരുന്നു, വാതിലടച്ചു. അല്ല പിന്നെ അത് മാത്രം ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കും. അപ്പം നമ്മളിന്ന് പല്ലെടുത്ത് ഇരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 8:35 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് രാവിലെ. ഓക്കെ, എഴുന്നേറ്റ് പോയിട്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് വന്ന് മുഖവും കഴുകിയിട്ട് ഇരുന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ, കാരണം എനിക്ക് അത്രയും അങ്ങ് വയ്യ. ഒന്നാമതെ ഫുഡിൻ്റെ ക്ഷീണമുണ്ട്, ഫുഡ് കഴിക്കാൻ മര്യാദയ്ക്ക് പറ്റുന്നില്ലായിരുന്നു, അപ്പോൾ ഫുഡിൻ്റെ ക്ഷീണമുണ്ട്. രണ്ടാമത് നല്ല പെയിനുണ്ട്, ടാബ്ലറ്റിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. രാവിലെ ഇന്നലെ ഉറങ്ങി പക്ഷെ നന്നായിട്ട്, പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പം ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് പോയില്ലോ, അപ്പോൾ പിന്നെയും ചെറിയ വേദനയുണ്ട്. രാവിലെ ഇനി ഫുഡ് ആക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ടാബ്ലറ്റ് കഴിക്കാൻ. ദോശ ഉണ്ടാക്കണം, അച്ഛന് ദോശ കൊടുക്കാം. എനിക്ക് ദോശയൊന്നും തിന്നാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കഞ്ഞി, കുക്കറിനകത്ത് കഞ്ഞിയും പയറും കൂടെ അടിച്ചിട്ടേ തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ കുറേ ടൈം എടുക്കും ഇന്ന് കഴിക്കാനൊക്കെ. അപ്പം ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നിരുന്നപ്പോൾ തന്നെ കരുതി മുടിയൊക്കെ ഒന്ന് ചീവി വെച്ചിട്ട് അങ്ങോട്ട് എഴുന്നേക്കാം. എനിക്കാണെങ്കിൽ ക്ലാസ്സിനൊക്കെ പോയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡൗണാണ് ഞാൻ. എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനേ ഇഷ്ടം, പക്ഷേ നമ്മുടെ സ്ഥിതി ഇതായതുകൊണ്ട് പറ്റൂല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പല്ലെടുത്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക. പല്ലെടുത്തിട്ടുള്ളവർ മാത്രമല്ല, പല്ലിന് വേദന വന്നിട്ടുള്ളവർക്കും കമൻറ്റ് ഇടാം കേട്ടോ. അടാറ് വേദനയാണ് പല്ലിന് വേദന, അല്ലേ? നല്ല കിടിലം വേദനയാണ്. ആ വേദനയുടെ ഇത് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ പോയിട്ട് പല്ലെടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ അടുക്കളയിലോട്ട് വയ്യെങ്കിലും എനിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ എഴുന്നേക്കാതെ പറ്റൂല ഗൈസ്. അതുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, അതാണ് കാര്യം. കവിള് വെച്ചുണ്ടോ എനിക്ക്? നല്ല കവിളല്ലേ, ചുണ്ടൊക്കെ തടിച്ചിരിക്കുന്നു. ഇനി ഇതൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു. നാളെ നമുക്ക് ക്ലാസ്സിന് ഇറങ്ങണം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ട്. എനിക്ക് ഇന്ന് ക്ലാസ് ഉള്ളായിരുന്നു. ഇന്നത്തെ ടൈം ടേബിൾ ഞാൻ നാളത്തോട്ട് വിളിച്ച് ഇട്ടതാണ്. അപ്പോൾ ഇനിയിപ്പം 2 ദിവസം ഇങ്ങനെ ബ്രേക്കായി. ഫ്രൈഡേ നടന്നിരുന്നെങ്കിൽ ശനി ഞായറും പോയതിനായിരുന്നു, അന്നേരം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നടന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 വർക്കിംഗ് ഡേ പോയി, സാരമില്ല. അപ്പോൾ എന്താ ഇന്ന് ഫുള്ള് അങ്ങ് ബോറായിരിക്കും, വീട്ടിൽ തന്നെ ഇരുന്നും കിടന്നൊക്കെ. അത് ഓർക്കുമ്പോഴാണ്. മാത്രമല്ല പണി തലേനെങ്ങൊന്നും ചെയ്യാനും പറ്റത്തില്ല, അപ്പോൾ പിന്നെ വെറുതെ കിടക്കുക തന്നെ. എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഇവിടെ എന്താണ്ടൊക്കെ കഴിക്കാനിരിപ്പുണ്ട്, പക്ഷെ ഒന്നും തിന്നാനൊന്നും വയ്യ. എന്തൊരു കഷ്ടമാണല്ലേ. എനിക്ക് ഇന്ന് കഞ്ഞിയും പയറുമാണ് ഗൈസ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഞ്ഞിയും പയറുമാണ്. ഇന്ന് ഫുള്ള് കഞ്ഞിയും പയറും. അപ്പം അത് ഞാൻ വിചാരിച്ചു കഴുകി കുക്കറിലോട്ട് വെച്ചിട്ട് അച്ഛനുള്ള ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. കഞ്ഞി കുടിച്ച് ഞാനിന്ന് മരിക്കും ഗൈസ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് കേട്ടോ കഞ്ഞിയും പയറും, ഇഷ്ടമാണ്. എൻ്റെ കൂടെ അച്ചാറൊക്കെ വേണമെന്നുണ്ട്, പക്ഷെ എരിവൊന്നും ഇന്ന് കൂട്ടണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഇന്നുമായിട്ട് കൂട്ടണ്ടെന്ന് പറഞ്ഞു, എരിവും പുളിയൊന്നും. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പണികളൊന്നുമില്ല, പോയി കിടക്കാം. ഞാൻ കഞ്ഞി കുക്കറി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് വെന്തിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. 10 മണിയായി. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പം ഞാൻ കരുതി ചായ ഇട്ടു. ചായ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ, അല്ലാതെ കാണിച്ചു തരാം. ചായ ഇട്ടിട്ട് നന്നായിട്ട് തണുത്ത ചായ, പിന്നെ ഒരു പഴം വെച്ചിട്ടുണ്ട്, 2 ദോശയും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. തിന്നാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ നേരം. നന്നായിട്ട് തണുത്തു കേട്ടോ. എങ്ങനെങ്കിലും കുറേശ്ശെ കടിച്ച് കഴിക്കാമെന്ന് കരുതി. ഈ വശത്ത് കുഴപ്പമില്ല വലുതായിട്ട്, കാരണം വിശപ്പ് അതുപോലെ. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല മര്യാദയ്ക്ക്, അപ്പോൾ ശരീരം അങ്ങ് തളരുന്ന പോലെ. അങ്ങനെ വെച്ചാൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് ചായം കുടിച്ചിട്ട് നമുക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോഴത്തേനും കഞ്ഞിയാവും. കഞ്ഞിയപ്പോൾ അവിടെ വെച്ചേക്കാം, നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം, അല്ല ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാം എന്ന് കരുതി. എൻ്റെ ഒരു അവസ്ഥ
അങ്ങനെ ഞാൻ ആ 2 ദോശ എങ്ങനെയൊക്കെയോ കഴിച്ചു ഗൈസ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ പൈപ്പിൽ വെള്ളം വന്നു. പിന്നെ ഞാനത് പിടിച്ചു വെക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് ടാബ്ലറ്റ് കഴിക്കുന്ന കാര്യം മറന്നു. ഇപ്പോൾ 11 മണിയായി, മറന്നുപോയി. പക്ഷേ എന്നാലും സാരമില്ല, നമുക്കിപ്പം കഴിക്കാം. അമോക്സിലിനാണ് കേട്ടോ. അമോക്സിലിനും ഉണ്ട്, വേറെ കുറേ എണ്ണം ഉണ്ട്. അപ്പം നമ്മളത് പെയിൻ ഉള്ളത് കൊണ്ട് കേട്ടോ നമ്മളിപ്പോൾ അത് കഴിക്കാം. കഴിച്ചിട്ട് ഇനി കുറച്ച് സമയം കിടക്കാൻ പറ്റില്ല. അടുക്കള കുറച്ച് പാത്രമോടെ കഴുകാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴുകി വെച്ചിട്ട് വന്നങ്ങ് കിടക്കാം. അപ്പോൾ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് കരുതിയതാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടോ, ഞാൻ കരഞ്ഞ് വലിയൊരു കരച്ചിൽ കഴിഞ്ഞിട്ടിരിക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഞാൻ ടാങ്കിലോട്ട് വെള്ളം പിടിക്കാൻ ഓസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നിറഞ്ഞൊഴുകുന്ന കണ്ടുകൊണ്ട് ഞാൻ വെളിയിൽ പോയി ആ ഓസ് ഓഫ് ചെയ്തിട്ട് ആ ഓസ് മാറ്റി വെക്കാമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാണ്. ഞാൻ മേളി റോഡിൻ്റെ അവിടെ ചെന്ന പൈപ്പിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഓസ് മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ മേപ്പോട്ട് നോക്കുമ്പോൾ ഒരാൾ വരുന്നത്, എൻ്റെ ചേച്ചി, ഇവളെന്നോട് പറഞ്ഞുമില്ല. വിളിച്ചപ്പോൾ രാവിലെ എന്നെ വിളിച്ചതോ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് ഇവളെ ഒത്തിരി നാളായി കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇവളെ കണ്ടപ്പോഴത്തേക്കിന് എനിക്കങ്ങ് കരച്ചിൽ വന്നു, ഭയങ്കര സങ്കടം. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പോലുമില്ല സത്യം പറഞ്ഞ്. ഇപ്പോഴും എനിക്ക് ആ സന്തോഷം കൊണ്ടാണ്, പക്ഷെ ആ സങ്കടം എനിക്ക് മാറുന്നില്ല. വന്ന ഉടനെ എന്താണ്, എനിക്ക് പല്ലുവേദനയല്ലേ, അപ്പോൾ ഐസ്ക്രീം തിന്നണോ, ഐസ്ക്രീം എല്ലാം തെറ്റിപ്പോകുന്നു. ഐസ്ക്രീം തിന്നണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ ചാർജ് അടിക്കാൻ പാലോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് വന്നപ്പോഴേ തൂക്കം കയറി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇപ്പോഴേ എടുക്കണം, ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് എന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മുറി കയറി തൂത്തോണ്ടിരിക്കുകയാണ്. വന്നപ്പോഴേ ജോലിയിലോട്ട് കയറി. അപ്പം പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങളെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നവരെ കാണുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവും. ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും എൻ്റെ സങ്കടം മാറുന്നില്ല. ഞാൻ അവളെ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും നിങ്ങൾ. ഞാൻ ഇതങ്ങ് എടുത്തിട്ട് കാണിച്ചു തരാം. അന്ന് കയറി ഉടനെ തന്നെ ഭയങ്കര സൗണ്ട്, ഡ്രസ്സ് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഭയങ്കര തൂപ്പും തുടപ്പാണ് ഗൈസ്, ഭയങ്കര തൂപ്പും തുടപ്പ്. ഓൾറെഡി നമ്മളിലെ ഇറങ്ങി ഓടി പോകുന്നതുകൊണ്ട് എന്നൊന്നും തുടപ്പൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന ഉടനെ, അല്ലെങ്കിൽ തന്നെ എപ്പോൾ വന്നാലും ഉള്ള പരിപാടിയാണ്. ഈ സൗണ്ട് അടി അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാവോ ഒന്ന്, ഭയങ്കര തൂപ്പും ഇത് എടി ആളുകൾ കണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കുക, ആളുകൾ കാണുന്നതാ. വന്ന ഉടനെ ഭയങ്കര തൂപ്പും തുടപ്പും ബഹളമൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. ഇല്ലെങ്കിൽ കേൾക്കാറുണ്ട്, നീ തൂക്കത്തില്ല, നീ അത് ചെയ്യത്തില്ല, നീ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ മതിയല്ലോ നിനക്ക് എന്നൊക്കെയുള്ള കാര്യം കേൾക്കാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കാണ് ഗൈസ്. മാത്രമല്ല എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരുന്നത്, വേറെ സത്യം. ഇല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എല്ലാം ചെയ്തു പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര തൂപ്പും തുടപ്പമാണ്. ഇനി ഇവിടെ തുടയ്ക്കാനൊക്കെ പോവാണ്, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയൊക്കെ ചെയ്യട്ടെ. ഇങ്ങനെ കഴിക്കാനെ കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക്. ഇനി എന്താ വേണം ഇനി പിന്നെന്താണ്, എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നാൽ ഞാൻ കഴിച്ചു. ഞാൻ കിടന്നില്ല, കാരണം ഇവള് വന്നതിൻ്റെ സന്തോഷം കൊണ്ടേ ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞാൻ വിചാരിച്ചില്ലല്ലോ. അച്ഛനാണ് ഇവിടെ ഇല്ലേം തന്നെ, അച്ഛൻ നടക്കാനായിട്ട് പോയേക്കുക, എന്നോട് പറഞ്ഞിട്ട് നടക്കാം. അച്ഛൻ അറിഞ്ഞിട്ടില്ലേ ഉള്ളൂ വന്നത്. ഞാൻ അപ്പം അച്ഛൻ പോയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ 3 പേരോടൊന്ന് കാണുന്നത്. സത്യം പറഞ്ഞ എനിക്ക് പാടില്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റമൊന്നും അടിച്ചു വാരിയില്ലായിരുന്നല്ലോ. ഇന്നലെ ഇന്നും പറ്റൂല, കാരണം തല അനങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ പുള്ളിക്കാരി വന്ന ഉടനെ മുറ്റമൊക്കെ അടിച്ചു വാരി, കുറേ അടിച്ചു വാരി ഇവിടെ വൃത്തിയാക്കി. ബാക്കി അവിടെ കൊണ്ടിട്ടിട്ട് പുറകുവശം തൂക്കാൻ പോയിട്ടുണ്ട്. മുറിക്കകമൊക്കെ തുടച്ചു. ഞാൻ കാണിച്ചു തരാം. എന്നോട് റെഡി, നീ അതൊക്കെയും കൂടെ കാണിക്കും, ഞാൻ ചെയ്തതൊക്കെ ഒന്ന് കാണിക്കുന്നു. അടിച്ചു വാരൽ മാത്രമല്ല, സിറ്റൗട്ടും ഹാളും മുറിക്കകവും എല്ലാം തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അടുക്കളയും കൂടെ വൃത്തിയാക്കാനുണ്ട്. മുറിക്കകമെല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ നടക്കുകയാണ്. വർത്താനം പറയല്ലോ, പക്ഷെങ്കിലും ഞാൻ അവളെ കണ്ടപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് കിടക്കണം എന്നുണ്ട് എനിക്ക്. ഭയങ്കരമായിട്ട് ക്ഷീണം, വേദനയുണ്ട്. നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. 2:13 ഞാൻ പോയി കുറച്ച് പേര് ഒന്ന് കിടന്നുറങ്ങി. കാരണം ഒത്തിരി വർത്താനം പറഞ്ഞിട്ടായിരുന്നു, എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പോയി ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റിട്ട് കഴിക്കുവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഞാനും അച്ഛനും ചേച്ചി. അവർ 2 പേര് അവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, മോരുകറി, തോരന്, മുട്ട വറുത്തത്, ഇത്രയാണ് ഇന്നത്തെ കറികൾ. അവർ 2 പേരോട് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉള്ള ഭക്ഷണം കാണിച്ചു തരാം.
തണുത്ത കഞ്ഞിയും പയറും, നല്ല തണുത്ത കഞ്ഞിയും പയറ്. പിന്നെ മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. കുറച്ച് തോരനും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കഞ്ഞിയിലൊരു ഇത്തിരി മോരൊഴിച്ചിട്ടുണ്ട്, കാരണം എരി കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മോരൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഴിക്കാം. എന്തെങ്കിലും പറയടി, കുറേ നാളിന് ശേഷമല്ലേ നമ്മൾ ഒരുമിച്ചിരുന്നേക്കും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്തെന്ന് വന്ന് ഓടി എണ്ണീട്ട്. ഇന്നെനിക്ക് പല്ലെടുത്തോണ്ടാണ് ഇവളിങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇന്ന് വരാൻ യാതൊരു സാധ്യതയില്ല. ഒരു തരത്തിൽ പല്ലെടുത്തത് നന്നായും തോന്നുന്നു. എന്നുവെച്ചാ പോറുണ്ടോ? അപ്പം അങ്ങനെ. പിന്നെ മാത്രമല്ല, ഞാൻ കഞ്ഞിയിലിട്ടായിരുന്നു. മാത്രമല്ല, നാളെ 24 ജൂലൈ 24 നാളെ അമ്മ മരിച്ചിട്ട് 4 വർഷം ആവുന്ന ദിവസം കൂടാണ്. അപ്പം ഇന്നെന്തായാലും കാണാൻ പറ്റിയ കാര്യമായി 3 പേരോടൊന്ന്. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുന്നു ഗൈസ്. നല്ല, എനിക്കാണ് ചൂട് കഞ്ഞിയാണ് ഇഷ്ടം, പക്ഷേ ഇത് നല്ല തണുത്ത ചൂട് ഇത്തിരി കഴിഞ്ഞിട്ടേ കഴിക്കാമെന്ന് വെച്ചാൽ. പിന്നെ ഈ കറികളൊക്കെ ഞാൻ ഇവിടെ വെച്ചാന്ന് വിചാരിക്കുന്നത്, അവള് വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്, അവിടുത്തെ വീട്ടിൽ നിന്ന്. അവൾക്കറിയാലോ ഇവിടെ വന്നിട്ട് പിന്നെ വെക്കാണ്. ഇവിടെ വന്ന് മൊത്തം ക്ലീനിങ് പരിപാടിയായിരുന്നു, അതുകൊണ്ട് എന്താ വീടെല്ലാം നല്ല വൃത്തിയായി. പല്ലെടുത്ത കാര്യമായെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, എനിക്ക് ചിരിക്കാനൊന്നും വയ്യ ഗൈസ്. കഞ്ഞി ആയതുകൊണ്ടെങ്കിൽ പൊക്കോളും, കഞ്ഞി പ്ലസ് തോരൻ. പക്ഷെ തണുത്തായതുകൊണ്ട് രുചിയില്ല കേട്ടോടി. തണുത്ത മോരികറികളാവും. ആ തോരനിട്ട് കുടിച്ചപ്പം പിന്നെ ഒരു രുചി തോന്നുന്നു കേട്ടോ. എൻ്റെ അമ്മച്ചി തലവേദനയുണ്ട് എനിക്ക് നല്ലതായിട്ട് കേട്ടോ. അതെന്തോ സംഭവം എന്നറിയോ, ഈ എൻ്റെ മേളത്തെ പല്ലെടുക്കാനെ കൊണ്ട് നല്ല പാടുണ്ടായിരുന്നു. താഴത്തെ കുഴപ്പമില്ലായിരുന്നു, താഴത്തെ പെട്ടെന്ന് കഴിഞ്ഞു. സംഭവം അതല്ല, അതെനിക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ കൂടെ വേറെ ആരും അന്നേരം അകത്ത് കയറ്റിയില്ല. അവരാരെയും കയറ്റൂല കേട്ടോ. കയറ്റൂല. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നത് വീഡിയോ എടുത്ത ഒരു നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നടി. കാരണം അവിടെ അവിടെ നോക്കിക്കൊണ്ടിരുന്ന എല്ലാ കുറേ ഡോക്ടർമാരുണ്ട്, കുറേ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം വന്ന് എൻ്റെ ചുറ്റിന് നിന്നെന്ന്. അവര് ആദ്യം തൊട്ടേ എനിക്ക് പേടി നെഞ്ചെടുപ്പും ഒക്കെ കണ്ടിട്ടേ ഇവര് പിന്നെ എനിക്ക് എടുക്കാറായപ്പോ എല്ലാരും പറയും ഞങ്ങൾക്കൊന്ന് കാണണമെന്നും പറഞ്ഞിട്ട് എല്ലാരും എന്റെ ചുറ്റിനും വന്ന് നിൽക്കുമായിരുന്നു. സത്യം എന്നിട്ട് പറയണേ, സുവോളജി ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ടാണോ ഈ കിടന്ന് എന്തായിരുന്നു അലക്കുന്ന കാര്യം? ഞാൻ പറഞ്ഞു അത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവര് പല്ലെടുക്കുന്നതിന്റെ ഇടയ്ക്ക് അവര് നോക്കുമ്പോ എനിക്ക് എന്റെ ദേഹം എല്ലാം അങ്ങ് തണുത്ത് കേട്ടോ. ടെൻഷൻ കൂടിയിട്ട് ഭയങ്കര പിഴ. അതിൻ്റെ കൂടെ എനിക്ക് ലോ BP ആയിരുന്നു ഓൾറെഡി എപ്പോഴും. എന്നിട്ട് അതിനു മുമ്പ് എന്നോട് പറഞ്ഞു പോയി വെള്ളം കുടിക്കണമെന്ന്, കാരണം ലോ BP ആയിരുന്നു എനിക്ക് ആദ്യം നോക്കിയപ്പോഴേ. അത് എപ്പോഴും എനിക്ക് അങ്ങനെയാണല്ലോ. ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. പിന്നെ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിട്ടാണ് കയറി എടുത്തത്. വെറും വയറ്റില് നെല്ലിക്ക അരച്ച ജ്യൂസ് ഇല്ലേ, ഇല്ല പറയടി കേക്കട്ടെ. എന്റെ കെയറിങ് പറയാണ്, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആഹാരം ശ്രദ്ധിക്കണം, മുടിയൊക്കെ വളരാനെ കൊണ്ട് അങ്ങനെ തിന്നണം, ഇങ്ങനെ കുടിക്കണം. അയ്യോ എന്റെ ദൈവമേ. ഇന്നലെ അത് പല്ലെടുക്കാൻ പോയപ്പോഴേ ഫുഡ് ഞാൻ 6:30 ആയപ്പോൾ ഇവിടുന്ന് ക്ലാസ്സിന് പോയപ്പോൾ ഇത്തിരി പുട്ട് കഴിച്ചിട്ടാ പോയത്, അരപ്പുട്ട്. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കിനും BP ലോ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പോയി നേരെ പോയി എന്തെങ്കിലും കഴിച്ചിട്ടേ കയറാവുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി പൊറോട്ട എന്നല്ല എനിക്ക് പോടി എണീറ്റ് അല്ലാതെ കഴിച്ചു. പിന്നെ മറ്റേ എന്തുവായിരുന്നു ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള, കൂടുതൽ ഉപ്പിട്ടിട്ടുള്ള നാരങ്ങ വെള്ളവും അതെല്ലാം കൂടെ കുടിച്ചിട്ടൊക്കെ പോയി ചെന്നേ. എന്നിട്ട് ഇവര് എടുക്കാൻ നേരത്ത് വന്ന് തൊട്ട് നോക്കുമ്പോഴെല്ലാം എൻ്റെ കൈ തണുപ്പാണ്. അപ്പോൾ ഒരു പറയും ദൈവമേ, BP കുറയുമ്പോഴും ടെൻഷൻ കൂടുമ്പോഴും ഒക്കെ ദേഹം ഐസ് പോലെ അങ്ങായി. അത് അവര് തന്നെ പറഞ്ഞു. പിന്നെ അതിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, നേഴ്സ് പെങ്കൊച്ച്, അതിനും പല്ലെടുക്കണമെന്നും പറഞ്ഞിരിക്കുക. അപ്പൊ അത് എന്റെ എടുക്കുന്ന കണ്ടിട്ട് തീരുമാനിക്കാന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അവസാനം ഞാൻ നോക്കിയപ്പോ എല്ലാവരും പഠിക്കുന്നേ എല്ലാവരും എൻ്റെ ചുറ്റിനും വന്ന് നിൽക്കുക. എനിക്ക് ആകെ ചിരി, അവസാനം എനിക്ക് ചിരി വന്നു. എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ അലറി വിളിച്ച് കരഞ്ഞ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിന് ഞാൻ ചിരിക്കും, എന്നെ നോക്കി ഡോക്ടർ ഇരിക്കും, ഞാനും ചിരിക്കും. പറയണേ കേറിയപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തൊരു ചിരിയാന്ന്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു ഗൈസ്. ഇപ്പൊ എന്റെ അസുഖത്തിന്റെ മാറ്റം ഉണ്ടോ? അല്ലെങ്കിൽ മുഖത്തിന് വീക്കം കുറവുണ്ടോടി? ഉണ്ടോ? കുറച്ച് മാറ്റമുണ്ട്. എന്നാലും ഇവിടെയൊക്കെ ഇച്ചിരി ഉണ്ട്. ഞങ്ങൾ 3 പേരുടെ സിറ്റൗട്ടി വന്നിരിക്കുകയാണ്. വൈകിട്ട് ഇപ്പൊ 4:30 ആയിട്ടുണ്ട്. എന്തോ വീഡിയോ എടുത്ത് വരുന്നോ? വാ
വാടാ വാടാ. ഓ ഞങ്ങളിവിടെ ഇരിക്കുക, മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ചായയൊക്കെ ഇടണം. ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇവള് വീട്ടിൽ പോകും. ഇപ്പൊ ഇപ്പൊ പോവും. ഒരു തരത്തിൽ വരാത്തതൊക്കെയാ നല്ലതല്ലേടി. കാണാതിരിക്കുവാണെങ്കിൽ അങ്ങനെ അങ്ങ് പോവും. വന്നിട്ട് പോകുമ്പോ ഒരു വിഷമമാണ്. എന്താണെങ്കിലും കുളി കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് തന്നെ ഒരു ബോധം വീണ പോലെ തോന്നുന്നുണ്ട്. നമ്മള് വൈകിട്ടത്തെ ചായ കുടിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവരിപ്പോ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ചേച്ചിയൊക്കെ. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തു. നമുക്ക് വെള്ളമൊക്കെ കഴിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് അതും ചായ നന്നായിട്ട് തണുക്കാനായിട്ട് ഞാൻ വെച്ചേക്കാണ്. അപ്പം നമ്മളിങ്ങനെ എന്നും ചൂട് ചായ കുടിക്കുന്നു, ഇന്ന് നമ്മൾ തണുത്ത ചായ കുടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പോസ് ചെയ്തതിൻ്റെ അവിടെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ചായ കുടിയും ഒരുക്കും എല്ലാം ഒരുമിച്ചാണ്. അവരിപ്പോൾ പോകും. അങ്ങനെ ഇവള് പോവാണ് ഗൈസ്. രാവിലെ വന്ന സന്തോഷം എനിക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കിന് വൈകിട്ടായപ്പോഴത്തേനും തീർത്തു. അത് സത്യം പറഞ്ഞാൽ വരാത്തതാണ് നല്ലത് കേട്ടോ. കാരണം എന്താകുമ്പോൾ അതങ്ങനെ അങ്ങ് പൊക്കോളും. വരാത്തതാണ് നല്ലത്. ടാറ്റാ. അങ്ങനെ വീണ്ടും ഞാനും പാവാച്ചനും തന്നെയായി അല്ലേടി. നാളെ ഞാൻ നല്ല തിരക്കായിരിക്കും. എന്താന്ന് വെച്ചാൽ നാളെ എല്ലായിടും ഉണ്ട്. എന്നാലും ഇടയ്ക്ക് ഉച്ചവരെയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വൈകിട്ടായപ്പോൾ വീണ്ടും ഒരു വയ്യാഴിക, ഭയങ്കര വേദനയൊക്കെ. എന്ത് ചെയ്യാനാണല്ലേ, ഭയങ്കര വേദന. ഞാൻ കഞ്ഞിയായിരുന്നു ഇന്ന് കംപ്ലീറ്റ്. ഞാൻ കഞ്ഞിയായിരുന്നല്ല, ഞാൻ കുടിക്കുന്നത് കഞ്ഞിയായിരുന്നു ഇന്ന് മൊത്തം. രാവിലെ ടു വൈകിട്ട് വരെയും കഞ്ഞി. ചേച്ചി വന്നപ്പം അവിടുന്ന് കുറേ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അത് ചൂടാക്കി കൊടുത്താൽ മതിയായിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് എന്നിട്ട് കഞ്ഞി കുടിക്കുകയാണ് ഞാൻ. കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കണം നേരത്തെ. അതാണ് ലക്ഷ്യം. നമുക്ക് നാളെ ലീവൊന്നുമില്ല. വയ്യെങ്കിലും നാളെ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ കിടക്കണം. അവൾ വന്നിട്ട് പോയോണ്ട് അതൊന്നും മനസ്സിന് ഭയങ്കര വിഷമം കൂടെ. മറ്റേ കാണാതിരിക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല. പെട്ടെന്ന് വന്നിട്ട് പോയപ്പോൾ ഒരു വിഷമം. അതിനി മാറാൻ 2 ദിവസം എടുക്കും. അങ്ങനെയാണ്, സ്ഥിരം ഉള്ള പരിപാടിയാണ്. കഴിക്കട്ടെ, വളരെ പതുക്കെ കഴിക്കാനേ പറ്റുള്ളൂ, ചെറു ചൂടോടെ. എന്നിട്ട് നമുക്ക് വായിൽ കുറച്ച് ഉപ്പുവെള്ളം കൊള്ളണം, മരുന്ന് കഴിക്കണം. എന്നിട്ട് വൈൻഡപ്പിൻ്റെ സമയത്ത് കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പക്ഷെ മര്യാദയ്ക്ക് 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട്. കഞ്ഞിയാണെങ്കിലും 2 സ്പൂൺ കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് വേണ്ട, കഴിക്കാൻ എന്തോ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അതും ആൻറ്റിബയോട്ടിക്കാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ ചെല്ലണം. അതിന് ചേച്ചി വന്നിട്ട് പോയപ്പോൾ പറഞ്ഞു, ഞാൻ പാല് കുടിക്കില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല പാല് കുടിക്കാൻ. ഇത്രയും നാളായിട്ടും കുടിച്ചിട്ടില്ല. പക്ഷെ ഐസ്ക്രീമും അതൊക്കെ കഴിക്കും കേട്ടോ, തൈരും അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പാല് കുടിക്കില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ പാലായിട്ട് കുടിക്കാൻ നിനക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നീ അതിനകത്തുള്ളൊരു 2 ഈന്തപ്പഴവും 2 അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടൊന്ന് കാച്ചിയ പാലിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇത്തിരി ബൂസ്റ്റും ഇട്ട് അടിച്ചങ്ങ് കുടിക്കുക, എങ്ങനെയെങ്കിലും ഒക്കെ കുടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, കാച്ചിയ പാലിനകത്തിൽ ഒരു 2-3 ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പ് ഇട്ട് കുതിർത്ത്, എന്നിട്ട് അതിൻ്റെ കൂടെ 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ, കുറച്ചല്ല ഒരു കുഞ്ഞു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇട്ട് അടിച്ചിട്ട് ഐസ്ക്രീം ഡപ്പയ്ക്കകത്തിൽ ഞാനാക്കി. അതെന്തിനാണെന്നറിയാവോ? ഐസ്ക്രീമിൻ്റെ ഡപ്പയ്ക്കകത്ത് കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങ് കഴിച്ചോളും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട പ്രത്യേക ഒരു തരം ജീവിതമാണ് എൻ്റേത്. അയ്യോ, എനിക്ക് ചിരിക്കാനൊന്നും വയ്യ. അപ്പം നമുക്കിതൊന്ന് കുടിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പാല് കുടിക്കാത്ത ആളാണ്, പക്ഷേ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബൂസ്റ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് പൊക്കോളുമായിരിക്കും. നമുക്ക് ഇതുകൂടെ കുടിച്ചിട്ട് വേണം പോയി ബ്രഷൊക്കെ ചെയ്ത് മരുന്നും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ. അപ്പം നാളെ പോകാൻ നമുക്ക് എനർജി വേണ്ടേ, അതാണ് ഞാനിത് ചെയ്യാമെന്ന് തന്നെ കരുതിയത്. മാത്രമല്ല, ഇതൊക്കെ കഴിക്കാത്തതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ, പാല് തന്നെയാണ്. പക്ഷേ ഈ ബൂസ്റ്റ് ഈന്തപ്പഴമൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ. ഓക്കെ, നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. ഞാൻ കുടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. ഷാർജയൊക്കെ കുടിക്കുന്ന അതേ ഒരു ഫീല്. തണുപ്പിച്ചിട്ടില്ല ഇത് ഞാൻ കേട്ടോ, നോർമലായിട്ട്. അപ്പോൾ പാല് കുടിക്കാത്തവർക്ക് വേണേൽ ഇത് ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് ബ്ലഡിൻ്റെ HP കൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഈന്തപ്പഴമൊക്കെ ഞാൻ ഇട്ടത്.
സോ ഇനിയും കുറച്ച് നാളത്തേക്കൊന്ന് ഹെൽത്തി ആയിട്ട് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നു. കാരണം ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അടിക്കടിയെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാനിനിയും വിചാരിച്ചു ഡെയിലി ഇതൊന്നും കുടിക്കാൻ പറ്റൂല. എന്താണെന്നറിയാവോ, മധുരമല്ലേ, അപ്പോൾ ഡെയിലി കുടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഇടവിട്ട് വല്ലപ്പോഴും ഒക്കെ ഇത് ഉപയോഗിക്കാം ഇങ്ങനെയും കൂടി. അപ്പം നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യാം. ഓക്കെ, ചോറൊന്നും കഴിച്ചില്ലെങ്കിൽ ഇത് മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിച്ചിട്ട് നമുക്ക് നേരെ പോയി ബ്രഷും ചെയ്ത് മരുന്നും കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാ ജോലിയും കഴിഞ്ഞു, മരുന്നൊക്കെ കഴിച്ചു, ഇനി കിടന്നാൽ മതി. പക്ഷെ എനിക്ക് ഈ ഒരു ഭാഗമില്ലേ, നമ്മൾ പല്ലെടുത്ത ഭാഗം എവിടെയാണ്, അവിടെ എനിക്കങ്ങ് എന്തോ ഒരു ഭയങ്കര വേദനയാണോ എന്ത് ഇറിറ്റേഷനാണോ പറയാൻ പറ്റുന്നില്ല. എന്നാ ഉച്ചയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കുറേ സംസാരിച്ചു കേട്ടോ, ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും. ഈ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും വായടങ്ങിയിരിക്കത്തില്ല, എന്ത് ചെയ്യാനാണ്. ഞാൻ കരുതി ഐസ് റോളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ വിചാരിച്ച ഐസ് വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു സുഖം കിട്ടട്ടെന്ന് കരുതിയിട്ട് അതുകൂടെ ചെയ്തിട്ട് നമുക്ക് പോയി കിടക്കാം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തിട്ട് കിടക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പം തണുപ്പ് വെക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്ന് കരുതി. ഓക്കെ, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. എനിക്ക് വലിയ എനർജി ഒന്നും ഇല്ല, ചിരിക്കാനൊന്നും വയ്യ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും ആക്കാൻ വയ്യ. അതുകൊണ്ടേ ഇവിടുത്തെ ഇറിറ്റേഷൻ അങ്ങോട്ട് മാറുന്നില്ല ഗൈസ്. വേദനയാണോ അതുമല്ല, എന്ത് പറയണമെന്ന് അറിയില്ല. എന്തായാലും 10-16 ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കിടക്കാമായിരുന്നു. ഇത് കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു, കിടന്നാലും ഉറങ്ങുകയല്ല, അങ്ങനെ അങ്ങ് ഇരുന്നു. പക്ഷെ ഇതും പറഞ്ഞിരിക്കാനും പറ്റില്ല. നാളെ നമുക്ക് പോയേ പറ്റുള്ളൂ. നാളെ രാവിലെ എഴുന്നേക്കണം. വയ്യെന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. നാളെ ക്ലാസ് ഉണ്ട്. എത്ര വയ്യെങ്കിലും നാളെ ക്ലാസ്സിൽ പോയേ പറ്റുള്ളൂ. മാത്രമല്ല നാളെ അവിടെ ക്ലാസ് മാത്രമല്ല പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പം നമുക്കതിനകത്ത് നിന്ന് ഒഴിവാകാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നാളെ കുറേ തിരക്കാണ്. മാത്രമല്ല നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ 24 നാളെ. ജൂലൈ 24 എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം മറക്കാൻ പറ്റാത്ത ദിവസമാണ്. എൻ്റെ അമ്മ എന്നെ വിട്ടു പോയിട്ട് 4 വർഷമാകുന്ന ദിവസമാണ് നാളെ. പിന്നെ നാളെ എന്തായാലും അമ്പലത്തിലൊന്നും പോയി ബലിയിടുന്ന ചടങ്ങൊന്നുമില്ല. കാരണം അമ്മ മരിച്ച ഡേറ്റാണ് നാളെ. അതിൻ്റെ മരിച്ച ദിവസത്തെ നാൾ വരുന്ന ദിവസമാണ് നമ്മൾ ബലിയൊക്കെ ഇടാൻ പോകുന്നത്. അത് നെക്സ്റ്റ് മന്തേ ഉള്ളൂ. അപ്പോൾ നാളെ എന്തായാലും എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഒരു ടൈം ഇല്ല. കാരണം നമുക്ക് ഈ 2 ദിവസം അവധി എടുത്തുകൊണ്ട് നമുക്ക് നാളെ അവധി എടുക്കാനും പറ്റില്ല. ഒരു തരത്തിൽ നാളെ എൻഗേജ്ഡ് ആവുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും എനിക്ക് വീട്ടിൽ ഇരുന്നാൽ. എനിവേ, കീപ് സപ്പോർട്ടിങ് മീ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓരോ ദിവസത്തെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇന്നും ഇതിനൊരു സന്തോഷം തോന്നി, ചേച്ചിയെ കണ്ടതുകൊണ്ട്, അവൾ വന്നുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം എന്താണ്, നാളെ വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് എൻ്റെ മൂഡെന്നറിയില്ല. നോക്കട്ടെ നാളത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നാളെ കാണാം. ഞാൻ ഓക്കെ ആയാൽ മതിയായിരുന്നു. ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഭയങ്കര വീക്കാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ. ശരി എന്നാൽ, അപ്പോൾ ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ.